ഹലോ ഹലോ, നിങ്ങൾ ഷർട്ട് ധരിച്ചിരിക്കുന്നത് മറിച്ചാണല്ലോ, ഉൾഭാഗം പുറത്തേക്കാണല്ലോ. മാത്രമല്ല കോളറൊക്കെ പൊന്തി നിൽക്കുന്നത് പോലെ താത്തിക്കൂടെ? അതുപോലെ തന്നെ ഷർട്ടിൻ്റെ കൈകളൊക്കെ മടങ്ങിയിരിക്കുന്നു, അതൊക്കെ താത്തിക്കൂടെ? ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ പറയണമെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വൊക്കാബുലറി വേർഡ്സുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വേർഡ്സുകളാണ് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നോട്ട്സ്, ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സാണ്. നോട്ട്സ് തയ്യാറാക്കാൻ മറക്കരുത്. കാരണം ഒരു തവണ വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു തവണ വായിച്ചുകൊണ്ടോ ഈ ഒരു വൊക്കാബുലറി നമുക്ക് പഠിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഓരോന്നോരോന്നായി വൺ ബൈ വൺ നമുക്ക് നോക്കാം. ഒന്നാമതാണ് ഇൻസൈഡ് ഔട്ട്. എന്താണ് ഇൻസൈഡ് ഔട്ട്? നമുക്കറിയാം ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ ഉൾഭാഗം, അല്ലേ? ഇൻസൈഡ് എന്ന് ഉൾഭാഗം, ഔട്ട് എന്ന് പറഞ്ഞാൽ ഉൾഭാഗം പുറത്ത്. നമ്മൾ ചില സമയത്ത് തിരക്കി പിടിച്ച് ഡ്രസ്സ് ധരിക്കുമ്പോൾ ചില സമയത്ത് ടീഷർട്ടോ അല്ലെങ്കിൽ ഷർട്ടോ മറിച്ചിടും, അല്ലേ? പുറത്ത് ഉൾഭാഗം പുറത്ത് കിടും. അതാണ് ഇൻസൈഡ് ഔട്ട് എന്ന് പറയാം. എന്താ പറയുക? ഇൻസൈഡ് ഔട്ട്. അപ്പോൾ നമുക്ക് പറയാം ഓഹോ, യു ഷർട്ട് ഈസ് ഇൻസൈഡ് ഔട്ട്. യു ഷർട്ട് ഈസ് ഇൻസൈഡ് ഔട്ട്. നിങ്ങളുടെ ഷർട്ട് എന്താണ്? മറിച്ചാണ്, തിരിച്ചാണ്. ഉൾഭാഗം പുറത്തേക്കാണ്, ഉൾഭാഗം പുറത്തേക്കാണ്. ഇൻസൈഡ് എന്നാണ് ഉൾഭാഗം, ഔട്ട് എന്നാണ് പുറത്ത്. അപ്പോൾ നമുക്ക് പറയാം, ഇനി പറയണം ആ ഷർട്ട് ശരിയായിക്കൂടെ, ആ ടീഷർട്ട് നിട്ട് ശരിയായിക്കൂടെ എന്ന് പറയാം. റൈറ്റ് സൈഡ് ഔട്ട്. റൈറ്റ് സൈഡ് ഔട്ട്. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ശരിയായ ഭാഗം, അല്ലേ? ശരിയായ ഭാഗം പുറത്ത് കിടുക, ശരിയായ ഭാഗം പുറത്ത് കിടുക. അപ്പോൾ പറയാം ടേൺ യുവർ ടീഷർട്ട് റൈറ്റ് സൈഡ് ഔട്ട്. ടേൺ യുവർ ടീഷർട്ട് റൈറ്റ് സൈഡ് ഔട്ട്. ടീഷർട്ട് ശരിയാക്കൂ, ശരിയായി ഇടൂ, ശരിയാക്കി ഇടൂ. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട വൊക്കാബുലറിയാണ് ബാക്ക്വേർഡ്സ്. നിങ്ങൾ ആദ്യം ടീഷർട്ട് മറിച്ചിട്ടിരുന്നു, പിന്നെ നിങ്ങൾ ശരിയാക്കി. ഇനി അടുത്ത പ്രശ്നം എന്താണ്? അടുത്ത പ്രശ്നം നിങ്ങൾ ഇട്ടത് ബാക്ക് സൈഡില്ലേ, ബാക്ക് ടു ഫ്രണ്ട്. ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ്, ഫ്രണ്ടിൽ വന്നു. അത് പറയാം ബാക്ക്വേർഡ്സ്. യുവർ ടീഷർട്ട് ഈസ് ഓൺ ബാക്ക്വേർഡ്സ്. യുവർ ടീഷർട്ട് ഈസ് ഓൺ ബാക്ക്വേർഡ്സ്. യുവർ ടീഷർട്ട് ഈസ് ഓൺ ബാക്ക്വേർഡ്സ് അല്ലെങ്കിൽ യുവർ ഷർട്ട് ഈസ് ഓൺ ബാക്ക്വേർഡ്സ് എന്തും പറയാം. ഓക്കെ, ഏത് ഡ്രസ്സാണെങ്കിലും പറയുന്നുണ്ട്. ഓക്കെ, യുവർ ഡ്രസ് ഈസ് ഓൺ ബാക്ക്വേർഡ്സ്, യുവർ ടീഷർട്ട് ഈസ് ഓൺ ബാക്ക്വേർഡ്സ് അല്ലെങ്കിൽ യുവർ ഷർട്ട് ഈസ് ഓൺ ബാക്ക്വേർഡ്സ്. ഇനി അതൊന്ന് ശരിയാക്കിയൂടെ, അതൊന്ന് ശരിക്കിട്ടൂടെ, ശരിക്ക് ഇട്ടൂടെ എന്ന് പറയാം. റൈറ്റ് വേ എന്നാണ് റൈറ്റ് വേ. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക, അല്ലേ? പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ഇടുക, ധരിക്കുക. പുട്ട് യുവർ ടീഷർട്ട് ഓൺ ദ റൈറ്റ് വേ. പുട്ട് യുവർ ടീഷർട്ട് ഓൺ ദ റൈറ്റ് വേ അല്ലെങ്കിൽ പുട്ട് യുവർ ഷർട്ട് ഓൺ ദ റൈറ്റ് വേ. ശരിയായി ധരിക്കൂ, ശരിയായി ധരിക്കൂ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വൊക്കാബുലറി കഴിഞ്ഞു. ഇനിയാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട വൊക്കാബുലറിയാണ് എന്ത്? അപ്സൈഡ് ഡൗൺ. ചില സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ധൃതി പിടിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ധൃതി പിടിച്ച് വെള്ളം കുടിക്കുമ്പോൾ ഗ്ലാസ്സോ അല്ലെങ്കിൽ പ്ലേറ്റോ നമ്മൾ മുകൾ ഭാഗം അടിയിലാക്കി വെക്കും, അല്ലേ? മുകൾ ഭാഗം അടിയിൽ, അപ്സൈഡ് ഡൗൺ, മുകൾ ഭാഗം അടിയിൽ. അപ്പോൾ നമ്മൾ പറയും, എന്താ പറയും? അപ്സൈഡ് ഡൗൺ. ദ പ്ലേറ്റ് ഈസ് അപ്സൈഡ് ഡൗൺ. ദ പ്ലേറ്റ് ഈസ് അപ്സൈഡ് ഡൗൺ. പ്ലേറ്റ് എന്താണ്? പ്ലേറ്റിൻ്റെ ശരിയായ ഭാഗം എന്ന് വെച്ചാൽ ആ ശരിയായ ഭാഗം എന്താണ്? അടിയിലാണ്, മുകൾ ഭാഗം അടിയിലാണ്. അല്ലെങ്കിൽ ഗ്ലാസ് അതുപോലെ നമ്മളെന്ത് കമിഴ്ത്തി വെക്കൂലേ, കമിഴ്ത്തി വെക്കുക. അപ്പോൾ കമിഴ്ത്തി വെക്കുന്നതാണ് ദ പ്ലേറ്റ് ഈസ് അപ്സൈഡ് ഡൗൺ. ദ പ്ലേറ്റ് എന്താണ്? കമിഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. ദ പ്ലേറ്റ് ഈസ് അപ്സൈഡ് ഡൗൺ അല്ലെങ്കിൽ ദ ഗ്ലാസ് ഈസ് അപ്സൈഡ് ഡൗൺ. ഇനി അത് പറയണം, അതൊന്ന് ശരിയാക്കി വെച്ചൂടെ, അല്ലേ? എന്ന് പറയാം റൈറ്റ് സൈഡ്, ശരിയായ സൈഡ്, ശരിയായ ഭാഗം മുകളിലോട്ട്, അല്ലേ? ദ റൈറ്റ് സൈഡ് അപ്പ്. റൈറ്റ് സൈഡ് അപ്പ്. ടേൺ ദ പ്ലേറ്റ് റൈറ്റ് സൈഡ് അപ്പ് അല്ലെങ്കിൽ ടേൺ ദ ഗ്ലാസ് റൈറ്റ് സൈഡ് അപ്പ്. റൈറ്റ് സൈഡ് അപ്പ്. അപ്പോൾ ഇതും ക്ലിയർ ആയി, അല്ലേ? നമ്മുടെ മൂന്നാമതും ക്ലിയർ ആയി. ഒന്നാമതാണ് ഇൻസൈഡ് ഔട്ട്, റൈറ്റ് സൈഡ് ഔട്ട്. രണ്ടാമതാണ് ബാക്ക്വേർഡ്സ്, റൈറ്റ് വേ. മൂന്നാമതാണ് അപ്സൈഡ് ഡൗൺ, അപ്സൈഡ് ഡൗൺ ആൻഡ് റൈറ്റ് സൈഡ് അപ്പ്. ഇനി അടുത്താണ് പോപ്പപ്പ്. എന്നാണ് പോപ്പപ്പ്. ചില സമയത്ത് നമ്മൾ കോളറൊക്കെ താഴ്ത്താൻ മറക്കും, ഇതുപോലെ ആവും. എന്താ പറയാം? യുവർ കോളർ ഈസ് പോപ്ഡ് അപ്പ്. തേർഡ് ഫോം ആണ് പോപ്ഡ് അപ്പ്. ഓക്കെ, യുവർ കോളർ ഈസ് പോപ്ഡ് അപ്പ്. യുവർ കോളർ ഈസ് പോപ്ഡ് അപ്പ്. അത് താഴ്ത്തിക്കൂടെ? കോളർ താഴ്ത്തു എന്ന് പറയാം. പോപ്പ് ഡൗൺ, പോപ്പ് അപ്പ്, ദായി പോപ്പ് അപ്പ്. പോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ താഴ്ത്തി. ഓക്കെ, പോപ്പ് ഡൗൺ യുവർ കോളർ. പോപ്പ് ഡൗൺ യുവർ കോളർ. പോപ്പ് ഡൗൺ. അപ്പോൾ നാലാമതാണ് പോപ്പ് അപ്പ് ആൻഡ് പോപ്പ് ഡൗൺ. ഇനി അഞ്ചാമതാണ് ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? ഷൂ ഇടുമ്പോൾ സോക്സ് മാറി ഇടും, അല്ലേ? സോക്സ് മാറി ഇടും. കളർ മാറി, ഇത് ചുവപ്പും ഇത് വെള്ളയും അങ്ങനെ കളർ മാറിയിട്ടോ അല്ലെങ്കിൽ മാറിയിടാറുണ്ട്. എന്ന് പറയും മിസ്മാച്ച്. എക്സ്ക്യൂസ് മീ, യുവർ സോക്സ് ആർ മിസ്മാച്ച്ഡ്. അത് ശരിയായിക്കൂടെ?
യുവർ സോക്സ് ആർ മിസ്മാച്ച്ഡ്. അത് ശരിയാക്കുന്ന പറയാ മാച്ച്. മാച്ച് യുവർ സോക്സ്. മാച്ച് യുവർ സോക്സ്. മാച്ച് യുവർ സോക്സ്. ഇനി ആറാമതാണ് റോൾ അപ്പ്. റോൾ അപ്പ് ആൻഡ് റോൾ ഡൗൺ. റോൾ അപ്പ് ആൻഡ് റോൾ ഡൗൺ. ചില സമയത്ത് നിങ്ങളുടെ അനിയനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജ്യേഷ്ഠനോ ഷർട്ട് ധരിക്കുമ്പോൾ ഷർട്ടിൻ്റെ കൈകളൊക്കെ മടക്കി വെക്കാറില്ലേ? മടക്കി വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പറയാം എന്ത്? എക്സ്ക്യൂസ് മീ, യുവർ സ്ലീവ്സ് ആർ റോൾഡ് അപ്പ്. യുവർ സ്ലീവ്സ് ആർ റോൾഡ് അപ്പ്. നിങ്ങളുടെ ഷർട്ടിൻ്റെ കൈകൾ മടങ്ങിയാണ് ഇരിക്കുന്നത്. ഞാൻ താത്ത പറയാം, താത്തു ഷർട്ടിൻ്റെ കൈകൾ താത്തു എന്ന് പറയാം. റോൾ ഡൗൺ. റോൾ ഡൗൺ യുവർ സ്ലീവ്സ്. റോൾ ഡൗൺ യുവർ സ്ലീവ്സ്. കമോൺ, റോൾ ഡൗൺ യുവർ സ്ലീവ്സ്. ഷർട്ടിൻ്റെ കൈകൾ സ്ലീവ്സ് താത്തു എന്നർത്ഥം. ഇനി അടുത്താണ് ഏഴാമതാണ് അൺഡൺ. അൺഡൺ അതുപോലെ തന്നെ ടൈ. അൺഡൺ അതുപോലെ തന്നെ ടൈ. ഇത് എവിടെയാണ് വേഗം നോക്കാം. അൺഡൺ. യുവർ ഷൂ ലേസസ് ആർ അൺഡൺ. ചില സമയങ്ങളിൽ നമ്മുടെ ഷൂവിൻ്റെ കയറ് കെട്ടാൻ മറക്കും അല്ലേ? ഷൂവിൻ്റെ കയറ് കെട്ടാൻ മറക്കും. അപ്പോൾ എന്ന് പറയാം, എന്ത് പറയും? എക്സ്ക്യൂസ് മീ, യുവർ ഷൂ ലേസസ് ആർ അൺഡൺ. യുവർ ഷൂ ലേസസ് ആർ അൺഡൺ. ഇനി ഒരു ഷൂ ആണെങ്കിലോ, ഒരു ഷൂ മാത്രമാണെങ്കിലോ, അപ്പോൾ പറയാം യുവർ ഷൂ ലേസ്. എസ്ലാണ്. യുവർ ഷൂ ലേസ് ഈസ് അൺഡൺ. യുവർ ഷൂ ലേസ് ഈസ് അൺഡൺ. ഒന്നാണെങ്കിൽ. രണ്ടുമാണെങ്കിലോ യുവർ ഷൂ ലേസസ് ആർ അൺഡൺ. അത് ശരിയായിക്കൂടെ? ഒന്ന് കെട്ടിക്കൂടെ? അപ്പം പറയാം ടൈ. ടൈ എന്ന് പറഞ്ഞാൽ കെട്ടുക. രണ്ടർത്ഥമുണ്ട്. ഒന്ന് ടൈ എന്ന് പറഞ്ഞാൽ കെട്ടുക എന്നുണ്ട്. രണ്ടാമത്താണ് ടൈ. നമ്മൾ ആ ടൈ ഇല്ലേ, ടൈ, അതുകൊണ്ട് നമ്മൾ ടൈ എന്ന് പറയാം. സ്പെല്ലിംഗ് കറക്റ്റാണ്. ഓക്കെ. അപ്പോൾ അത് പറയാണ് യെസ് ടൈ യുവർ ഷൂ ലൈസസ്. ടൈ യുവർ ഷൂ ലൈസസ്. ഒന്നാണെങ്കിലോ ടൈ യുവർ ഷൂ ലൈസ്. രണ്ടുമാണെങ്കിലോ ടൈ യുവർ ഷൂ ലൈസസ്. ഇനി നമുക്ക് ടൈ കെട്ടാൻ പറയണം. ടൈ കെട്ടാൻ പറയണം. അപ്പോൾ ആദ്യം ടൈ കെട്ടുക. ടൈ എന്ത്? ദ ടൈ. ടൈ ദ ടൈ. ടൈ ദ ടൈ. ഓക്കെ. ഇനി അടുത്താണ് നമ്മൾ ഷർട്ട് ധരിച്ചു, പക്ഷേ ബട്ടൺസ് ഓപ്പൺ ആണ്. 2-3 ബട്ടൺസ് ഇതാണ് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ പറയാം അൺബട്ടൺ. എക്സ്ക്യൂസ് മീ, യുവർ ഷർട്ട് ഈസ് അൺബട്ടൺഡ്. യുവർ ഷർട്ട് ഈസ് അൺബട്ടൺഡ്. അല്ലെന്ന് പറയാം യുവർ ഷർട്ട് ഈസ് നോട്ട് ഫുള്ളി വാട്ട് ബട്ടൺഡ്. അങ്ങനെ പറയാം. ഓക്കെ. എന്ന് വെച്ചാൽ ഒരു 6 ബട്ടൺസ് ഉണ്ട്, 5 ഇട്ടു, 1 ഇടാൻ മറന്നു. അപ്പോൾ അങ്ങനെ പറയുന്നത് പറയാൻ കഴിയും യുവർ ഷർട്ട് ഈസ് നോട്ട് ഫുള്ളി ബട്ടൺഡ്. ക്ലിയർ? ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെ യുവർ ഷർട്ട് ഈസ് അൺബട്ടൺഡ്. യുവർ ഷർട്ട് ഈസ് അൺബട്ടൺഡ്. നിങ്ങളുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓപ്പൺ ആണെന്ന് അർത്ഥം. ഇനി അതൊന്ന് ഇടാൻ പറയണം. ബട്ടൺ അപ്പ് എന്ന് പറയാം. ബട്ടൺ അപ്പ്. ബട്ടൺ അപ്പ് യുവർ ഷർട്ട്. ബട്ടൺ അപ്പ് യുവർ ഷർട്ട്. ഷർട്ടിൻ്റെ ബട്ടൺ ഇടൂ. ഷർട്ടിൻ്റെ ബട്ടൺ ഇടൂ. ബട്ടൺ അപ്പ് യുവർ ഷർട്ട് അല്ലെങ്കിൽ ബട്ടൺ അപ്പ് യുവർ ടീ ഷർട്ട് എന്ന് പറയാം. ഇനി 9ാമതാണ് അൺസിപ്ഡ്. ഇത് വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അൺസിപ്ഡ് ഞാൻ പറയാണ് ദ ഫ്ലൈ അല്ലെങ്കിൽ യുവർ ഫ്ലൈ. യുവർ ഫ്ലൈ ഈസ് അൺസിപ്ഡ്. യുവർ ഫ്ലൈ ഈസ് അൺസിപ്ഡ് എന്ന് വെച്ചാൽ നമ്മുടെ പാൻസിൻ്റെ അല്ലെങ്കിൽ ട്രൗസറിൻ്റെ സിബ് ഇടാൻ മറക്കാറുണ്ട്. അപ്പോഴാണ് നമ്മൾ പറയാം ഇത് യുവർ ഫ്ലൈ ഈസ് അൺസിപ്ഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തിനാണ് ഫ്ലൈ എന്നുള്ള വേർഡ് കൊടുത്തു? പാൻസിൻ്റെ സിബിന് എന്തിനാണ് ഫ്ലൈ എന്ന് കൊടുത്തു? അതിൻ്റെ കാരണം സാധാരണ ഫ്ലൈ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത് ബേഡ്സിനല്ലേ, പക്ഷികൾക്ക് അല്ലേ, ബേഡ്സിനല്ലേ. എന്തിനാണ് ഇവിടെ ഉപയോഗിച്ചു? അതിൻ്റെ കാരണം നമുക്കറിയാം പക്ഷികളുടെ ബേഡ്സിൻ്റെ കൂടില്ലേ, നെസ്റ്റിൻ്റെ ഡോറ് കണ്ടോ വളരെ ചെറുതല്ലേ. എന്താ പെട്ടെന്ന് പോകാനും പെട്ടെന്ന് വരാനും വേണ്ടിയിട്ടാണ് അതിനാണ് ആ ഒരു ചെറിയ ഡോർ ഉണ്ടാക്കിയത്. അതുപോലെ പെട്ടെന്ന് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ഡോർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ ഫ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലൈ. ക്ലിയർ? ബേഡ്സിൻ്റെ നെസ്റ്റിൻ്റെ ഡോറുമായിട്ട് കുറച്ച് കണക്റ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറയാം പാൻസിൻ്റെ സിബ് ഓപ്പൺ ആണെങ്കിൽ പറയാം എക്സ്ക്യൂസ് മീ, യുവർ ഫ്ലൈ ഈസ് വാട്ട് അൺസിപ്ഡ്. യുവർ ഫ്ലൈ ഈസ് അൺസിപ്ഡ്. ഓക്കെ, യുവർ ഫ്ലൈ ഈസ് അൺസിപ്ഡ്. അതൊന്ന് ശരിയായിക്കൂടെ? അതൊന്ന് ഇട്ടൂടെ? ഞാൻ പറയാം സിബ് അപ്പ്. എന്താ പറയാ? സിബ് അപ്പ്. സിബ് അപ്പ് യുവർ ഫ്ലൈ. സിബ് അപ്പ് യുവർ ഫ്ലൈ. സിബ് അപ്പ് യുവർ ഫ്ലൈ. ഇനി നമ്മുടെ 10ാമതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ. അതാണ് മിസ് അലൈൻഡ്. എന്താണ് മിസ് അലൈൻഡ്? ചില സമയങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ഡ്രസ്സ് ധരിക്കുമ്പോൾ, ഷർട്ട് ധരിക്കുമ്പോൾ നമ്മുടെ 1ാമത്തെ ബട്ടൺസ് ചിലപ്പോൾ 2ാമത്തെ ഹോളിലായിരിക്കും അല്ലേ? അല്ലെങ്കിലോ 3ാമത്തെ ബട്ടൺസ് 4ാമത്തെ ഹോളിലായിരിക്കും. ഹോള് മാറില്ലേ? അതാണ് പറയാ മിസ് അലൈൻഡ് എന്ന് പറയും. മിസ് അലൈൻഡ്. എക്സ്ക്യൂസ് മീ, യുവർ ബട്ടൺസ് ആർ മിസ് അലൈൻഡ്. യുവർ ബട്ടൺസ് ആർ മിസ് അലൈൻഡ്. കാരണം ഒന്ന് മാറിയ പിന്നെ മറ്റേത് മാറിയിരിക്കും. ഓക്കെ, മിസ് അലൈൻഡ്. യുവർ ബട്ടൺസ് ആർ മിസ് അലൈൻഡ്. നിങ്ങളുടെ ബട്ടൺസ് മിസ് അലൈൻഡ് ആണ്. ഓക്കെ, ഇനി നമ്മൾ അത് ശരിയാക്കിക്കൂടെ? അതൊന്ന് ശരിയാക്കിക്കൂടെ എന്ന് പറയാം.
ലൈൻ അല്ലെങ്കിൽ ഫിക്സ്, ലൈൻ അല്ലെങ്കിൽ ഫിക്സ്, അലൈൻ യുവർ ബട്ടൺസ് അല്ലെങ്കിൽ ഫിക്സ് യുവർ ബട്ടൺസ്, ഫിക്സ് യുവർ ബട്ടൺസ്. ഓക്കെ, സോ ഈ 10 വൊക്കാബുലറി 10 20 ആയി അല്ലേ, 20 ആയില്ലേ? ഈ 20 വെക്കാബുലറി നിങ്ങൾ ശരിക്കും നോട്ട്സ് എഴുതിയിട്ട് വായിക്കണം. ഒരു 4-5 തവണ വായിക്കണം. കാരണം ഒരു തവണ ഈ വീഡിയോ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു തവണ വായിച്ചുകൊണ്ടോ ഈ വെക്കാബുലറി പഠിഞ്ഞു കിട്ടും.